ഇന്ത നടപ്പോതുമാ ഇന്നും കൊഞ്ചും വേണുമാ. അങ്ങനെ ബായുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ടീസറിൽ അവസാനം ലാലേട്ടനെ വെച്ചൊന്ന് കത്തിച്ചിട്ട് ഇന്ന് ട്രെയിലറിൽ ആറാടാൻ അഴിഞ്ഞു വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തായാലും ട്രെയിലർ കണ്ട് രോമാഞ്ചം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ കണ്ടു കളയാം എന്ന് വീണ്ടും വിചാരിച്ച് അപ്പോൾ റിയാക്ഷൻ വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്താണെങ്കിലും നേരെ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലോട്ട് പോവാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അറിഞ്ഞിട്ട ഡയലോഗ് പോലെ ഫീൽ ചെയ്യണം. നമ്മളൊരാളുടെ തല പിടിച്ചു തന്നിമത്ത കെട്ടിയ പോലെ. Welcome to the world of madness. I will take you to the miraculous universe of the most wanted person you are searching for. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓ സിംഗേടി മൂസയിലെ കാറ് അടിച്ചു കയറി വാ. മുകുന്ദനുണ്ട്. ദേവജിയുടെ ഐക്കോണിക് സാധനം. എന്തുവാ ഭയങ്കര പട്ടാളമൊക്കെ വരുന്നുണ്ടല്ലോ. വൻ പരിപാടിയാണ്. സാൻഡി മാസ്റ്റർ അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യം. എൻട്രി ഓ ലാലേട്ടാ ഒരു ഡാൻസ് മോഷൻ. റിയൽ ഓജി ഇവരെന്താ ചേട്ടനെ നിന്ന് വല്ലതാണോ? ഏകദേശമൊക്കെ മതി അണ്ണാ, പൊളിച്ചടുക്കി. അങ്ങനെ എന്താണെങ്കിലും ട്രെയിലർ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കാൻ. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ മോഡ് ടൈമാണ്. ഈ ടൈമിൽ ഇറക്കാൻ പറ്റിയൊരു ഐറ്റമായിട്ടാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. കട്ട്സ് ഇങ്ങനെ ആയിരിക്കാം. മേ ബി സ്റ്റോറിയും കൂടെ പൊളിയാവുകയാണെന്നുണ്ടെങ്കിൽ പടം ആ രീതിക്ക് തന്നെ കയറും. അത് നമുക്കറിയാം. അപ്പോൾ ട്രെയിലർ കട്ട്സ് ഭയങ്കര രസമുണ്ട്. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഫുൾ ഓൺ ഫുൾ കളർഫുൾ ഐറ്റം ആണെന്നുള്ളത് കാണിക്കാൻ പറ്റുന്നൊരു ട്രെയിലർ. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ദിലീപേട്ടൻ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പായിരുന്നു രാമലീല വന്നത്. അതേപോലൊരു സാധനമാണ് ഇപ്പോഴേ ഭയം ഭക്തി ബഹുമാനം ഇതിനകത്ത് വന്നു കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ റിയൽ ഓജി. ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എന്ത് ഫീലാണ്. ലാലേട്ടൻ ഒരു രക്ഷയില്ല. എന്ന ഒരു സ്വാഗാണ് ഈ മനുഷ്യൻ. അങ്ങേരെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ആടി തുള്ളിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മാസം കൂടെ ചേർത്തൊരു ക്യാരക്ടർ അങ്ങോട്ട് ഇറക്കി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ബോക്സ് ഓഫീസ് നിന്ന് കത്തു എന്ന് പറയുന്നതിന് വേറെ സംശയമൊന്നും വേണ്ട. അതാണ് മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ബോണ്ടിങ്. ഇപ്പോൾ തുടരും കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ ഇമോഷണലായി. ആ വീഡിയോ പല ആൾക്കാരും എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അത്യാവശ്യം അത് വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു സാധനത്തിനകത്തൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീല്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ആടി ഒലഞ്ഞ് തമാശയൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരു കൂൾ മൂഡിൽ വന്നിട്ട് മാസ് സാധനം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒന്നും പറയില്ല. പൊളിച്ചടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് പൊളിച്ചെടുക്കലായിരിക്കും ലാലേട്ടൻ ചെയ്യാൻ പോണത്. അത് ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു വല്ലാത്തൊരു കഴിവാണ്. ഒന്നാലോചിച്ച് നോക്കി. അതിനകത്ത് ലാലേട്ടൻ്റെ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും തന്നെ ഒരു നിഴലിങ്ങനെ ബാക്ക് ഷോട്ട് ഉണ്ട്. അത് നമുക്ക് അറിയാം. ലാലേട്ടൻ്റെ ബാക്ക് ഷോട്ട് ലാലേട്ടൻ ആ നിഴലിനകത്ത് വന്ന് നിൽക്കുമ്പോഴും ഈ മനുഷ്യൻ്റെ ഒരു ഫീല് നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു എരച്ച് കയറ്റം എന്ന് പറയത്തില്ലേ, അതുമാതിരിയാണ് ലാലേട്ടൻ്റെ ഒരു വരവ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ വണ്ടിക്കകത്തിരുന്ന് പോകുന്നു. സിഗരറ്റൊക്കെ കത്തിച്ച് രണ്ടുപേരും കൂടെ വണ്ടിക്കകത്തിരുന്ന് പോകുന്നു. ബുള്ളറ്റിലിരുന്ന് പോകുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യുന്ന ഷോട്ട് എല്ലാം കൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കളർഫുൾ മോഡാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇനി എന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷനൊന്നും നമുക്കറിയില്ല.
പിന്നെ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഗില്ലി ബാബു എന്ന് പറയുന്നൊരു പേരാണ് ലാലേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ അണിയറ പ്രവർത്തകർക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഗില്ലി ബാബു എന്നുള്ളൊരു പേരും ഗില്ലി റെഫറൻസും ഒക്കെ, ആ വണ്ടിയൊക്കെ ഏകദേശം അതുപോലെ റെഫറൻസ് ആണ്. അതുപോലെ തന്നെ CID മുസല കാറ്, ആ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ആ സിനിമ തിയേറ്ററിൽ കണ്ടവർക്കും അല്ലെങ്കിൽ ആ ടൈമിൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ആ കാറിൻ്റെ അത്ഭുതവും ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. സിൻസിയർലി ആ കാലത്തെ കുട്ടികൾക്ക് അതൊരു ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം ജെയിംസ് ബോണ്ട് സിനിമകളിൽ മാത്രം വന്നിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളിലൂടെയാണ് ആ കാർ അന്ന് നമ്മളെ ചിരിപ്പിച്ചത്. ആ കാറിനെ പോലും നമ്മൾ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുള്ള സാധനങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം കൊണ്ട് ഇവരൊക്കെ പോലുള്ള ആക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ നേടിയെടുത്തൊരു സ്ഥാനം എന്ന് പറയുന്നത്. സിൻസിയർലി ഇപ്പോൾ പാട്രിയോട്ടിൻ്റെ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഒന്നിച്ച് നടന്നു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് അടിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ചൈൽഡ്ഹുഡിൽ നമ്മുടെ ക്യാരക്ടറിനും നമ്മുടെ ലൈഫിൽ എവിടേക്കോ അവർ എന്തൊക്കെയോ ചെയ്തു തന്നിട്ടുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ നമ്മളവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ, പക്ഷേ ഇവരൊക്കെ നമുക്കൊക്കെ ആരൊക്കെയോ ആണ്. റിയൽ ലൈഫിൽ അവരെന്ന് പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും അവർ ചെയ്ത ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് അവരോടുണ്ടാകുന്നൊരു ബോണ്ടിങ്ങും സ്നേഹവും ഒക്കെ സ്റ്റിൽ നമ്മുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ദിലീപേട്ടൻ്റെ കേസിലാണെങ്കിലും ശരിയാണ്. നമുക്കത് പുള്ളി ആ സമയത്തൊക്കെ ചെയ്തു വെച്ച സിനിമകൾ എന്ന് പറയുന്നത് സ്റ്റിൽ റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനത്തെ സിനിമകൾ ഇരുന്ന് കാണുന്നു. അവിടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ നോക്കുന്നില്ല, അത് മറ്റൊരു തലമാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. ബട്ട് ഈ പറയുന്നൊരു കേസുണ്ടല്ലോ, ഇവരുണ്ടാക്കി വെക്കുന്നൊരു ബോണ്ടിങ്, അത് ഇവരൊന്നിച്ച് ഒരേപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ ഡാൻസ് ചെയ്യുന്നൊരു പോർഷൻ, അപ്പോൾ ആ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിനൊപ്പം ദിലീപേട്ടനും കൂടെ ചേർന്നിട്ട് വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് 2 പേര് ഒരേപോലെ സ്ക്രീനിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല വൈബും കൂടെ ആണെന്നുണ്ടെങ്കിൽ തിയേറ്റർ പൊട്ടിത്തകർക്കും. ആ രീതിക്കുള്ള പരിപാടികൾ അവിടെ സംഭവിക്കും. പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ചേട്ടനും അനിയനും ഒന്നിച്ച് ഫേസ് ടു ഫേസ് ഷോട്ട് വരെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ സലികുമാർ, പുള്ളിക്കാരൻ്റെ റിയൽ ലൈഫ് കാണുമ്പോൾ ഒരു സാധു മനുഷ്യനും ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ പുള്ളി കിട്ടുന്നൊരു ചാർജ് ഉണ്ട്. എസ്പെഷ്യലി ഇവരുടെ ഒരു ടീം വർക്ക്, അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്നിച്ച് വരുന്നൊരു മൂവി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫൺ മോഡലുള്ളൊരു മൂവി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് കിട്ടുന്നൊരു ചാർജ് സ്പെഷ്യലാണ്. അത് നമുക്ക് ആ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അമ്മാതിരി ഒരു ടോൺ പുള്ളിക്ക് പ്രത്യേകതരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻഡി മാസ്റ്റർ, പുള്ളിക്കാരെ ഇപ്പോൾ തകർക്കുവാണ്. പുള്ളി തകർത്തടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകയിൽ വന്നിട്ട് ആ ഒരു ക്യാരക്ടർ കഴിഞ്ഞിപ്പോൾ നേരെ താണ്ട് ബബയിൽ വരുമ്പോഴത്തേക്ക് ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നൈറ്റ് ഷെയ്ഡ് ഗ്രേ ഷെയ്ഡാണെന്ന് തോന്നുന്നു. പുള്ളി ഉണ്ട് എന്തായാലും ആ ഒരു സംഭവം. പിന്നെ ബൈജു ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ റെഫറൻസുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സ്റ്റോറി വൈസും കൂടെ പടം ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ബോക്സ് ഓഫീസ് ഭയം ഭക്തി ബഹുമാനം തൂക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അതിനുള്ള എലമെൻറ്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അതിനുള്ള എല്ലാ എലമെൻറ്റ്സും ട്രെയിലർ കട്ടിലുണ്ട്. സിനിമ നമുക്കറിയില്ല, സിനിമ 18-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു സ്വാഗ് എന്താണ്, അതിനകത്ത് കിട്ടുന്നൊരു ഫീൽ എന്താണ് എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. എനിവേ ട്രെയിലർ പൊളിച്ചിഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ ഷാൻ റഹ്മാൻ ആണെന്നാണ് കണ്ടത്, മനസ്സിലാക്കുന്നത്. പിന്നെ അത് മാറി എന്നൊക്കെ പറയുന്നത് കേട്ടു, എനിക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഇത് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈബുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അത് കേട്ടിരിക്കാൻ. ഒരു സംഭവം കട്ട് ചെയ്തെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. അതെന്തായാലും ഞാൻ കട്ട് ചെയ്തെടുക്കും. എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കര പൊളിയായിട്ടുണ്ട്. ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്ന ആ സാധനം. അതുപോലെ തന്നെ എഡിറ്റർ രഞ്ജൻ അബ്രഹാം മാറിയിട്ട് ചമൻ ചാക്കോ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഒന്നും അറിയില്ല, അതൊക്കെ അണിയറ പ്രവർത്തകരുടെ തീരുമാനങ്ങളാണ്, അത് അവരുടെ ഇഷ്ടമാണ്. എനിവേ ഒരു മൂവി 18-ന് FDFS ലോക്ക് ചെയ്തിട്ടുള്ള കാര്യം കൂടി അറിയിച്ചോളുന്നു. അപ്പോൾ എന്തായാലും അത് കൺഫേം ആക്കി. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ട്രെയിലർ ഭയങ്കര വൈബായിട്ട് ഫീൽ ചെയ്തു. ഒരു ബോക്സ് ഓഫീസ് കത്തിക്കലിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ
അത് ഇത്തവണ ലാലേട്ടൻ മൂന്നാമത്തെ പടം കൂടെ ആവും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 538 കോടിയും കൊണ്ടാണ് പുള്ളിയുടെ പേരിൽ മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ 2025 ലാസ്റ്റും കൂടെ കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ അതുക്കും മേലെ വരും പുള്ളിയുടെ കത്തിക്കൽ. അപ്പോൾ എനിവേ ലാലേട്ടൻ്റെ സ്വാഗും ദിലീപേട്ടൻ്റെ മാസും കോമഡിയും പിന്നെ സലീംകുമാറേട്ടൻ്റെ വമ്പൻ പ്രകടനങ്ങളും പിന്നെ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഗ്രേ ഷെയ്ഡാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫേസും എല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ത നടപ്പോതുമാ ഇന്നും കൊഞ്ചും വേണമാ. അപ്പോൾ 18 കാണാം.